ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കീഴരിയൂർ ബോംബ് കേസും അതുപോലെ പുന്നപ്ര വയലാർ സമരവുമാണ് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. കോഡിഡ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്, മുഴുവനായിട്ടും കാണുക, മിസ്സാവാതിരിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം എന്ന് പറയുന്നത് 1942 മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. പ്രധാന വ്യക്തി അതിൽ നേതൃത്വം നൽകിയ കീഴരിയൂർ ബോംബ് കേസ് നേതൃത്വം നൽകിയിട്ടുള്ള പ്രധാന വ്യക്തി എന്ന് പറയുന്നത് KB മേനോനാണ്, ഡോക്ടർ KB മേനോൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിച്ചതാണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ പ്രധാന വ്യക്തി, പ്രധാന നേതാവ് എന്നൊക്കെ പറയുന്നത് KB മേനോനാണ്. അപ്പൊ കീഴരിയൂർ എന്ന് പറയുമ്പോൾ ക ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ KB മേനോനും ക ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക. KB മേനോൻ. അറസ്റ്റിലായ വ്യക്തികളാണ് KB മേനോനും അതുപോലെ കുഞ്ഞിരാമ കിടാവും. മേനോനും ഒരു കിടാവുമാണ് അറസ്റ്റിലായതെന്ന് ഓർത്ത് വയ്ക്കുക. അറസ്റ്റിലായ വ്യക്തികൾ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായ വ്യക്തികളുടെ പേരാണ് KB മേനോൻ അതുപോലെ കുഞ്ഞിരാമ കിടാവ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായിട്ട് പുറത്തിറക്കിയ ഒരു പത്രമുണ്ട്, അതിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇവർ പണിയെടുക്കുന്നത്, അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ ഓർത്തു വയ്ക്കാം. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏതുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ പാലം എന്ന് പറയുമ്പോൾ ഈ പാലത്തിന്റെ കീഴില് എന്തെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പാറകളോ അല്ലെങ്കിൽ പുഴ എന്തെങ്കിലും ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പാലത്തിന്റെ കീഴ് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കീഴരിയൂർ ബോംബ് കേസ് അങ്ങനെ ഒന്ന് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഏത് കേസുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ്, കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് KB മേനോൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രധാന നേതാവും. ഓക്കെ, അപ്പോ കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? KB മേനോൻ. നെക്സ്റ്റ് ഒരു ഗ്രന്ഥമാണ് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായർ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇറങ്ങിയ ഒരു ബുക്കാണ്, ഗ്രന്ഥമാണ് ഇരുമ്പഴിക്കുള്ളിൽ. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? VA കേശവൻ നായർ. അപ്പൊ ഇരുമ്പഴിക്കുള്ളിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇരുമ്പഴി എന്നൊക്കെ പറയുമ്പോൾ ജയിലാണ് ഓർമ്മ വരുന്നത് അല്ലേ? അപ്പൊ വിയൂർ ജയിൽ ഒന്ന് ഓർമ്മ വരിക. വിയൂർ ജയില്, വിയൂർ, VA. ഓക്കെ, VA കേശവൻ എന്ന രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, VA കേശവൻ നായരാണ് കേട്ടോ, നായർ. ഈ നായരൊക്കെ കിട്ടുന്നത് ഒരു ഇരുമ്പിന്റെ കൂട്ടിലാണെന്നുള്ള രീതിയിലും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നായർ, VA കേശവൻ നായർ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കീഴരിയൂർ ബോംബ് കേസ് 1942 അല്ലെ? കീഴരിയൂർ ബോംബ് കേസ്. ബോംബ് എന്നൊക്കെ പറയുമ്പോൾ രണ്ടക്ഷരാണ്, ബോംബ്. അപ്പൊ 1942 കണക്ട് ചെയ്യുക. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവം. പ്രധാന വ്യക്തി KB മേനോനാണ്. അറസ്റ്റിലായ വ്യക്തികൾ KB മേനോനും കുഞ്ഞിരാമ കിടാവുമാണ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ സ്വാതന്ത്ര്യ സമരം. ഫറോക്ക് പാലം, പാലത്തിന്റെ കീഴ് ആൾക്കാരുണ്ടാവുന്ന പറയല്ലേ? കീഴരിയൂർ ബോംബ് കേസ്. ബുദ്ധി കേന്ദ്രം ഡോക്ടർ KB മേനോനാണ്. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം VA കേശവൻ നായർ. ഓക്കെ, നെക്സ്റ്റ്, കീഴാറ്റൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച ഒരു വ്യക്തിയാണ് KB മേനോൻ എന്ന് പറയുന്ന വ്യക്തി. കീഴാറ്റൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച വ്യക്തി KB മേനോൻ. ഹിന്ദി നാടകം വന്ദേ മാതരം. എന്താ പറയാ, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഒരു നാടകം ഉണ്ടായിരുന്നു, ആ ഹിന്ദി നാടകം. ആ നാടകത്തിന്റെ പേരാണ് വന്ദേ മാതരം. ഓക്കെ, ഇത്ര ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാം. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം 1946 നടന്നത്. ഓക്കെ, പുന്നപ്ര വയലാർ എന്നൊക്കെ പറയുമ്പോൾ പുന്നമടക്കായൽ എന്നൊക്കെ നമുക്കൊന്ന് ഓർത്തൂടെ? പുന്നമടക്കായൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ് നദിയൊക്കെ ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ആര് ശ്രമിച്ചു? സർ CP രാമസ്വാമി അയ്യർ ശ്രമിച്ചു. അപ്പൊ അതിനെതിരെ നടന്ന ഒരു സമരമാണ്, നടത്തരുത് എന്ന് പറഞ്ഞ് അതിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അപ്പൊ പുന്നപ്ര, പുന്നമടക്കായൽ, ആറ് അല്ലെ, കായല്, ആറ് എന്നുള്ള രീതിയിൽ 6
1946 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 പോകുന്നത് ആരാണ്? ഓളാണ്. ഒക്ടോബർ ഓളാണെന്നുള്ള രീതിയിൽ ഒക്ടോബറുമായിട്ട് കണക്ട് ചെയ്യുക. ഏകദേശം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് ഈ ഒരു സമരം നീണ്ടു നിന്നത്. ഓക്കെ. നെക്സ്റ്റ് ആലപ്പുഴയിലാണ്. പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലവും വയലാർ എന്ന സ്ഥലവും ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ ഭരണം പ്രഖ്യാപിച്ചതാരാണ്? CP രാമസ്വാമി അയ്യർ. ആ സമയത്ത് ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ അമേരിക്കൻ ഭരണം പ്രഖ്യാപിച്ചത് ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. നെക്സ്റ്റ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് എന്താണ്? പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. 10 വയലുണ്ട് എന്നുള്ള രീതിയിലൊന്നും ആലോചിച്ച് വെച്ചാൽ മതി. 10 വയൽ ഉണ്ട്. 10 വയൽ പുന്നപ്ര വയലാർ സമരം. ഓക്കെ. അപ്പോൾ തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? CP രാമസ്വാമി അയ്യറാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. പ്രായപൂർത്തി വോട്ടവകാശം തുലാം 10 സമരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പുന്നപ്ര വയലാർ സമരം തന്നെയാണ്. 10 വയലുണ്ട് എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കാം. തിരുവിതാംകൂർ ദിവാൻ സമയത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചു അല്ലെ? നമ്മൾ പറഞ്ഞതാണ്. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യർ. മുദ്രാവാക്യം എന്തായിരുന്നു? പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. രക്തസാക്ഷി മണ്ഡപം. പുന്നപ്ര വയലാർ സമരത്തിന്റെ രക്തസാക്ഷി മണ്ഡപം കളർ കോഡാണ്. അപ്പോൾ പുന്നപ്ര വയലാറാണ് അല്ലെ? അപ്പൊ വയലൊക്കെ ഭയങ്കര കളർ, നല്ല പച്ച കളറുള്ള വയലാണെന്നുള്ള രീതിയിൽ കളർ കോഡുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പുന്നപ്ര വയലാർ സമരത്തിന്റെ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് കളർ കോഡാണ്. കളർ കോഡ് എവിടെയാണ്? ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് കുമാരപ്പണിക്കറാണ്. CK കുമാരപ്പണിക്കർ. നല്ല സ്റ്റൈലനായിട്ടുള്ള കുമാരൻ എന്ന് ആലോചിച്ചാൽ മതി. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നല്ല സ്റ്റൈലനായിട്ടുള്ള കുമാരൻ എന്നുള്ള രീതിയിലൊന്നും ആലോചിച്ച് വയ്ക്കാം. CK കുമാരപ്പണിക്കർ. നെക്സ്റ്റ് CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് KCS മണി. ഓക്കെ. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി KCS മണി. ഓക്കെ. അപ്പോൾ വധിക്കാൻ ശ്രമിച്ച് കേസൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ, ഒരു കേസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക. KC. ഓക്കെ. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി ഒരു കേസിലൊക്കെ ഉള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ KCS മണി. ഓക്കെ. നെക്സ്റ്റ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയായിരുന്നു PS അച്യുതാനന്ദൻ. ഓക്കെ. പുന്നാര അച്യുതൻ എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. പുന്നാര അച്യുതൻ എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പങ്കെടുത്ത മുഖ്യമന്ത്രിയാണ് PS അച്യുതാനന്ദൻ. ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോവാം. ഉലക്ക, അതായത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 കൃതിയാണ് പറയുന്നത്. ഉലക്ക എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് P കേശവദേവാണ്. P കേശവദേവ്. ഓക്കെ. ഉലക്ക P കേശവദേവിന്റെയാണ്. അതുപോലെ തലയോട് തകഴി. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ഉലക്ക കൊണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ശവമാവും എന്നുള്ള രീതിയിൽ കേശവദേവ്. ഉലക്ക കൊണ്ട് അടിച്ച് നമ്മൾ ശവമാവൂലേ? അപ്പൊ കേശവദേവ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. P കേശവദേവ് ആണെന്ന് ഓർക്കണം. നെക്സ്റ്റ് തലയോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തകഴി. തലയോട് തകഴി. ഓക്കെ. ഇത് രണ്ടും എന്താണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ സമരവും അതുമായി ബന്ധപ്പെട്ട അത് ഏത് ജില്ലയിലാണ് നടന്നത്. ഓക്കെ. മൊറാഴ സമരം നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. മൊറാഴ സമരം കണ്ണൂരിലാണ്. മൊറാഴ എന്ന് പറഞ്ഞ സ്ഥലം കണ്ണൂരാണ്. കരിവെള്ളൂർ സമരം കണ്ണൂരാണ്. കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോടാണ്. കീഴാകോഴി ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ. കീഴരിയൂർ ബോംബ് കേസ് എവിടെയാണ് നടന്നിട്ടുള്ളത്? കോഴിക്കോട് ജില്ലയിൽ. കീഴാകോഴി എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴയിലാണ്. ഒന്ന് ചുമന്നാലോചിച്ച് വെക്കുക കേട്ടോ. പുന്നപ്ര വയലാർ സമരം എവിടെയാണ്? ആലപ്പുഴയില്. നെക്സ്റ്റ് കയ്യൂർ സമരം നടന്നത് കാസർഗോഡിലാണ്. കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ കയ്യൂർ സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ പറയാം. മൊറാഴ സമരം കണ്ണൂര്, കരിവെള്ളൂർ സമരം കണ്ണൂര്, കീഴരിയൂർ ബോംബ് കേസ് കോഴിക്കോട്, പുന്നപ്ര വയലാർ സമരം ആലപ്പുഴയാണ്, കയ്യൂർ സമരം കാസർഗോഡ്. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമ്മൾ പറഞ്ഞത് കീഴരിയൂർ ബോംബ് കേസാണ്.
ഓക്കെ, ബോംബ് 2 1942 നടന്നത്. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. KB മേനോനാണ് പ്രധാന വ്യക്തി. അറസ്റ്റിലായ വ്യക്തികൾ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായിട്ട് പുറപ്പെടുവിച്ച ഒരു പത്രമുണ്ട്, സ്വാതന്ത്ര്യ സമരം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടതാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധികേന്ദ്രം KB മേനോനാണ്. ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? കേശവൻ നായർ. കീഴാറ്റൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവാണ് KB മേനോൻ. ഹിന്ദി നാടകം വന്ദേ മാതരമാണ്. ഓക്കെ, നെക്സ്റ്റ് പുന്നപ്ര വയലാർ സമരമാണ്. 1946 അല്ലെ, പുന്നമടക്കായൽ 6 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ്. 1946 ഒക്ടോബർ 24-27 ആലപ്പുഴയിലാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ ഭരണം പ്രഖ്യാപിച്ചത് CP രാമസ്വാമി അയ്യറാണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. ആ സമയത്ത് തിരുവിതാംകൂർ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ചത് രാമസ്വാമി അയ്യർ തന്നെയാണ്. മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടൽ. അമേരിക്കൻ മോഡൽ എവിടെയാണ്? അറബിക്കടൽ. ഇതാണ് മുദ്രാവാക്യം. രക്തസാക്ഷി മണ്ഡപം, നല്ല കളറായിട്ടുള്ള വയൽ എന്നൊക്കെ പറഞ്ഞല്ലേ, കളർ കോഡ് ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. ആ ഒരു കേസിലൊക്കെ അകപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ KCS മണി. പങ്കെടുത്ത മുഖ്യമന്ത്രി ഏതില്? പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പുന്നാര അച്യുതനാണെന്ന് പറഞ്ഞാൽ പുന്നാര അച്യുതമേനൻ. അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. നെക്സ്റ്റ് ഉലക്കെടുത്ത് തലക്കടിച്ച ശവമാവെന്ന് പറഞ്ഞാൽ P കേശവദേവ്. തലയോട് തകഴി. ഒരേ അക്ഷരം താ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് മൊറാഴ സമരം നടന്നത് കണ്ണൂരിലാണ്. മൊറാഴ, കണ്ണൂര്. ഈ റാ എന്ന് പറയുന്ന റാ പോലെയല്ലേ നമ്മുടെ കണ്ണുള്ളത്? റാ ഒരു പൂജ്യം പോലെയാണ് എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. കണ്ണൂര്. കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് കോഴിക്കോടാണ്. പുന്നപ്ര വയലാർ സമരം ആലപ്പുഴയിലാണ്. കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. കണക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. താങ്ക് യു.